വെൽക്കം. സിക്സ് സെമസ്റ്റർ BA ഇംഗ്ലീഷ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള ന്യൂ ഇംഗ്ലീഷ് ലിറ്ററേച്ചേഴ്സ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ മൊഡ്യൂൾ 2 വരുന്ന രണ്ടാമത്തെ പോവും ഓസ്ട്രേലിയ ബൈ AD ഹോപ്പ്. ദാറ്റ് ഈസ് വാട്ട് വി ആർ ഡിസ്കസിങ് ഇൻ ദിസ് വീഡിയോ. അപ്പോൾ ഇഫ് യു വാച്ച് ദിസ് വീഡിയോ ടിൽ ദി എൻഡ് യു വിൽ ഗെറ്റ് എ വെരി ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദിസ് പോം. ഈ ക്ലാസ് ഞാൻ രണ്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഇൻ ദ ഫസ്റ്റ് പാർട്ട് ഐ സ്പീക്ക് അബൌട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വിച്ച് ഈസ് മെൻ ഫോർ the last time learners, അവസാന നിമിഷം പഠിക്കുന്നവർക്ക് വേണ്ടി. The second part, we go in depth, line by line analysis of this poem. പെട്ടെന്ന് ഈ poem കാണുമ്പോൾ we may think it's a one-page poem. It looks very easy, but it's a very complex poem. Before we start the class, I want to thank you personally for being here with me and learning from me. And if you don't know me, you're for the first time, my name is Pradeep Hariharan. Shall we start the class? അപ്പോൾ ദ ഓതർ പേര് ഓർക്കാൻ വളരെ സുഖമാണ്, AD ഹോപ്പ്, അലക് ഡെർവൻറ്റ് ഹോപ്പ്. ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ എന്നുള്ള അർത്ഥം. അപ്പോൾ ഹോപ്പിനെ കുറിച്ച് നമുക്ക് 3 കാര്യങ്ങൾ ആണ് എഴുതേണ്ടത്. നിങ്ങൾ ഇതൊരു essay question ആണ് എഴുതുന്നതെങ്കിൽ ഒരു പാരഗ്രാഫിൽ ഒരു 3 to 4 ലൈൻസ് എഴുതിയാൽ മതി. കാരണം സാധാരണ നല്ല മാർക്ക് കിട്ടുന്ന കുട്ടികൾ പലപ്പോഴും അഡോപ്റ്റ് ചെയ്യുന്നൊരു സ്ട്രാറ്റജിയാണത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു 6 വരി വെച്ച് ഒരു പാരഗ്രാഫ് എഴുതാണെന്ന് കരുതുക. യു റൈറ്റ് 7 പാരഗ്രാഫ്സ് 42 ലൈൻസ്. അപ്പോൾ 6 വരി വെച്ച് 7 പാരഗ്രാഫ്. പക്ഷെ അതേ ഇത് തന്നെ വെറും 3 വരി വെച്ചാണ് എഴുതുന്നതെങ്കിൽ 14 പാരഗ്രാഫ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു പേജ് നോക്കുമ്പോൾ ചെറിയ ചെറിയ പാരഗ്രാഫ്സ് ആയിരിക്കും, ബട്ട് ഇറ്റ് ലുക്സ് മോർ ബ്യൂട്ടിഫുൾ ആൻഡ് ഇറ്റ് ഓക്യുപ്പൈസ് മോർ സ്പേസ് ഓൺ ദ പേജ്. പലപ്പോഴും പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന ചില ട്രിക്കുകളാണ് ഈ മാർക്ക് കൂടുന്നതും കുറയുന്നതും വ്യത്യാസം വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ AD ഹോപ്പിനെ കുറിച്ച് നമുക്ക് 3 കാര്യങ്ങൾ എഴുതിയാൽ മതി. AD ഹോപ്പ് വാസ് എൻ ഓസ്ട്രേലിയൻ പോയറ്റ് ആൻഡ് എൻ എസ്സേയിസ്റ്റ് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് തിങ്, he is one of Australia's leading poets of the 20th century, and in his work we can find a deep engagement with literature, philosophy and cultural issues. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് എഴുതണമെങ്കിൽ എഴുതാം, പക്ഷേ ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. Now we come to the context of the poem. അടുത്തത് 6 വരിയാണ്. അത് നിങ്ങൾ 2 പാരഗ്രാഫായിട്ട് ബ്രേക്ക് ചെയ്താണ് എഴുതാൻ. ഓക്കെ, ഫസ്റ്റ് തിങ് യു ഹാവ് ടു റൈറ്റ് ഈസ് ദാറ്റ് ദ പോം ഓസ്ട്രേലിയ വാസ് റിട്ടൺ ഇൻ ദ മിഡ് 20th century ഡ്യൂറിങ് എ പീരീഡ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ച് ഇൻ ഓസ്ട്രേലിയ. അതായത് ഓസ്ട്രേലിയയിൽ ഒരു എന്താ പറയുക 20ാം നൂറ്റാണ്ടിൻ്റെ ഒരു മധ്യഘട്ടത്തിൽ വല്ലാത്തമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ചസ് കടന്നു പോകുന്ന കാലത്തിൽ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു ഇമേജിനെ, ഒരു ബിംബത്തെ വല്ലാത്ത രീതിയിൽ വിമർശിച്ചുകൊണ്ടും ആക്ഷേപഹാസ്യം, അതായത് ക്രിട്ടിസൈസിങ് ആൻഡ് സാറ്ററൈസിങ്. അപ്പോൾ ഒരു പേട്രിയോട്ടിക് പോയമാണോ ഇതെന്ന് ചോദിച്ചാൽ ആണ്, പക്ഷേ ഇൻ എ വെരി ഡിഫറെൻറ്റ് സെൻസ് ഓഫ് ദ വേർഡ്. അപ്പോൾ ദാറ്റ് ഈസ് എ ഫസ്റ്റ് പോയിന്റ് യു ഹാവ് ടു റൈറ്റ്. ദ സെക്കൻഡ് തിങ് ഈസ് ദാറ്റ് ഇറ്റ്സ് എ റിഫ്ലക്റ്റീവ് പോയം. പലപ്പോഴും ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വാട്ട് ഈസ് ദ റൈറ്റിംഗ് സ്റ്റൈൽ ഓഫ് ഓസ്ട്രേലിയ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ദ റൈറ്റിംഗ് സ്റ്റൈൽ ഓഫ് ഓസ്ട്രേലിയ ഇറ്റ്സ് എ നാരറ്റീവ് പോയം ബട്ട് നോട്ട് ഇൻ എ കൺവെൻഷണൽ സെൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയണം. It is a reflective and critical poem that explores various themes related to Australian landscape, identity and history. അപ്പോൾ 3 കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. 1, ഓസ്ട്രേലിയൻ ലാൻഡ്സ്കേപ്പ്, പ്രകൃതി. 2, ഓസ്ട്രേലിയൻ ഐഡന്റിറ്റി, ആരാണ് ശരിക്കുള്ള ഓസ്ട്രേലിയൻ എന്ന്. കാരണം ഓസ്ട്രേലിയ നിങ്ങൾക്കറിയാലോ ഒരു സെറ്റിലർ കൺട്രിയാണ്, അതായത് കോളനൈസേഴ്സ് കോളനൈസ് ചെയ്ത് വെള്ളക്കാർ ജീവിക്കുന്ന രാജ്യമാണ്. പക്ഷേ അതേസമയം ഓസ്ട്രേലിയയിൽ കുറേ ട്രൈബൽ പീപ്പിളും ഉണ്ട്, ബട്ട് വൈറ്റ് പീപ്പിൾ തിങ്ക് ദാറ്റ് ഈസ് ദെയർ കൺട്രി. തേർഡ് തിങ്, വാട്ട് ഇസ് എ ഹിസ്റ്ററി ഓഫ് ഓസ്ട്രേലിയ. അപ്പോൾ പലപ്പോഴും നിങ്ങൾക്കറിയാലോ ഈ യൂറോപ്യൻസ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ തൊട്ടാണ് അവർ ചരിത്രം പറയുക. ഫോർ എക്സാമ്പിൾ അമേരിക്ക, കൊളംബസ് എത്തുന്നത് തൊട്ടാണ് അമേരിക്കൻ ചരിത്രം അവർ പറയുന്നത്. പക്ഷേ കൊളംബസ് എത്തുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയ്ക്ക് ഒരു ചരിത്രമുണ്ട്, പക്ഷെ അത് പറയില്ല. അത് ഓസ്ട്രേലിയൻ ചരിത്രത്തിൽ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. തേർഡ് പോയിന്റ് എഴുതേണ്ടത്, ദ പോം എക്സ്പ്ലോർസ് ദ കോംപ്ലക്സിറ്റീസ് ഓഫ് നാഷണൽ ഐഡന്റിറ്റി ആൻഡ് എക്സാമിൻസ് ദ കോൺസിക്വൻസസ് ഓഫ് യൂറോപ്യൻ കോളനൈസേഷൻ ഓൺ ഓസ്ട്രേലിയൻ ലാൻഡ്സ്കേപ്പ്. അതായത് ഒരു നാഷണൽ ഐഡൻറ്റിറ്റി എന്നുള്ളത്, ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറയാം, നിങ്ങളിപ്പോൾ അമേരിക്കയിൽ പോകുമെന്ന് വിചാരിച്ചോ, BA കഴിഞ്ഞ് രക്ഷപ്പെട്ട് അമേരിക്കയിൽ പോയി. അത് കഴിഞ്ഞ് നിങ്ങളവിടെ ഒരു ഇന്ത്യക്കാരിയെ കല്യാണം കഴിച്ച് അവിടെ ജീവിച്ചു, അല്ലെങ്കിൽ ഇന്ത്യക്കാരനെ വാട്ട് എവർ ഇറ്റ് ഈസ്. നിങ്ങൾക്ക് അവിടെ കുട്ടി ജനിക്കുന്നു. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് നിങ്ങളുടെ കുട്ടിയുടെ ഗ്രീൻ കാർഡ് കിട്ടും ബിക്കോസ് ഹി വാസ് ബോൺ ഇൻ അമേരിക്ക. പക്ഷേ ഇൻ ലുക്സ് ഹീസ് എൻ ഇന്ത്യൻ, ഇൻ കൾച്ചർ ഹീസ് എൻ അമേരിക്കൻ. അതിനാണ് ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. അതായത് അവനെ കണ്ട ആരും വെള്ളക്കാരാന്ന് വിളിക്കില്ല, പക്ഷേ ഹീ ഫീൽസ് ഹീസ് എ വൈറ്റ് മാൻ. ഇതേപോലത്തെ ഒരു പ്രശ്നമാണ് ബ്രിട്ടീഷ് ബോണായി ഓസ്ട്രേലിയയിൽ വന്ന് പിന്നീട് സെറ്റിൽ ചെയ്യേണ്ടി വന്നപ്പോൾ AD ഹോപ്പിന് നേരിടേണ്ടി വന്നു. അപ്പോൾ അത് അദ്ദേഹത്തിന് ഉണ്ടാക്കുന്ന ഒരു ആങ്സൈറ്റി, ട്രോമ,
അത് അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20-ാം നൂറ്റാണ്ട് മധ്യകാലത്ത് ഉള്ള ഒരു ഓസ്ട്രേലിയൻ ക്രൈസിസിലാണ് എഴുതിയിട്ടുള്ളത്. ഇറ്റ് സ്പീക്സ് അബൌട്ട് ദ ഇമ്പാക്ട് ഓഫ് കോളനൈസേഷൻ. പൊതുവേ നമ്മൾ ആഫ്രിക്കയിലേക്കാണ് ഇമ്പാക്ട് ഓഫ് കോളനൈസേഷൻ പറയുക, അത് ഓസ്ട്രേലിയക്ക് ഇന്ന് സംഭവിച്ചു. തേർഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് ദാറ്റ് ഇറ്റ് ക്വസ്റ്റ്യൻസ് മോസ്റ്റ് ഓഫ് ദ കോൺസെപ്റ്റ് റിലേറ്റഡ് ടു ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന മധുര സ്വപ്നങ്ങളൊന്നുമല്ല യഥാർത്ഥങ്ങളുടെ ഓസ്ട്രേലിയ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ദെൻ അനദർ തിങ് ഈസ് ദാറ്റ് ദ ഇഫക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് മോഡേണൈസേഷൻ. പലപ്പോഴും നമ്മൾ ഈ വികസനം എന്ന വാക്ക് കേൾക്കാറുണ്ട്. പലതും വികസിക്കുമ്പോൾ അത് നേച്ചറിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് ആരും പറയാറില്ല. അപ്പോൾ അദ്ദേഹം ഒരു ഇക്കോളജിക്കൽ സ്റ്റാൻസ് ആണ് പറയുന്നത്. നമ്മൾ വികസനം എന്ന് പറയുമ്പോൾ നമ്മൾ വികസനം എന്നുള്ള കോൺസെപ്റ്റിൽ റെസ്റ്റോറൻറ്റിന് പോകും പഠിച്ചിട്ടുണ്ട്. അതായത് ഈ നദിയുടെ തീരത്ത് ഫാക്ടറീസ്, ഷുഗർ ഫാക്ടറീസ് ഒക്കെ വരുമ്പോൾ അത് നദിയെ എന്തുമാത്രം നശിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പോൾ പുരോഗതി എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമായിരിക്കണം, ഇൻക്ലൂസീവ് ആയിരിക്കണം, അല്ലാതെ കുറച്ച് ആൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പോൾ ഇത് 2 പാരഗ്രാഫായിട്ടാണ് നിങ്ങൾ എഴുതാൻ. ഇത് എഴുതിയാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഇനി ഇതിൻ്റെ ഒരു സമ്മറിയാണ്, നമുക്കൊരു 3-4 ഇതിൽ എഴുതാം. ഇതിനെക്കുറിച്ച് എന്താ പറയുക എസ്സേ ക്വസ്റ്റ്യൻ വന്നാലും. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ഈസ് എ സെറ്റീറിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ പോം ദാറ്റ് ചലഞ്ചസ് കൺവെൻഷണൽ പെർസെപ്ഷൻസ് ഓഫ് ഓസ്ട്രേലിയ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഓസ്ട്രേലിയയെക്കുറിച്ച് നമ്മളുള്ളതിനെ ഒരു ആക്ഷേപഹാസ്യാത്മകമായിട്ടും എന്താ പറയുക വിമർശനാത്മകമായിട്ടും കാണുന്നതാണ്. ദെൻ ഇറ്റ് പ്രസൻസ് എ കോൺട്രാസ്റ്റിംഗ് വ്യൂ ഓഫ് ദ കൺട്രി, മൂവിങ് ബിയോണ്ട് ദി ഐഡിയലിക് ആൻഡ് സ്റ്റീരിയോടിപ്പിക്കൽ ഇമേജസ് അസോസിയേറ്റഡ് വിത്ത് ഓസ്ട്രേലിയ. ഇപ്പോൾ നമ്മൾ കേരളം എന്ന് പറഞ്ഞാൽ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നു, വഞ്ചിപ്പാട്ട്, വള്ളംകളി, കഥകളി. പക്ഷേ അത് ടൂറിസ്റ്റ് ഇതിൽ കാണുന്ന ഒരു കേരളമാണ്, അല്ലാത്തൊരു കേരളം നമുക്കറിയാലോ. ഇറ്റ്സ് ഡെയിലി റിയാലിറ്റീസ്. അതേപോലെ തന്നെ ഓസ്ട്രേലിയൻ ഇതിലും ഉള്ള ഡെയിലി റിയാലിറ്റിയാണ് പറയുന്നത്. ദെൻ ദ പോയം എക്സ്പ്ലോസ് the poem uses vivid and sometimes harsh imagery to depict the landscape, critiquing the impact of human civilization and natural environment. ഞാൻ ഈ സെൻറ്റൻസ് മുഴുവനായിട്ട് വായിക്കുന്നത് നിങ്ങൾക്ക് പോയിന്റ് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ പോയത്തിൽ വളരെ വിവിഡായിട്ടുള്ള ഇമേജസ് ഉണ്ട്, ഡിസ്റ്റർബിങ് ഇമേജസ് ഉണ്ട്, വളരെ ഇതായിട്ടുണ്ട്. അത് നമ്മൾ അടുത്ത ഇപ്പോൾ വീഡിയോയുടെ ഭാഗത്ത് മനസ്സിലാക്കും. ദെൻ ഓസ്ട്രേലിയനെ കുറിച്ച് എ ഡി ഹോപ്പിന് പറയാനുള്ളത്, ദ റിയൽ ഓസ്ട്രേലിയ ആസ് പോർട്രേഡ് ബൈ എ ഡി ഹോപ്പ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ സെൻസ് ഓഫ് ലോസ്. അതായത് ആത്മാവ് നഷ്ടപ്പെട്ട എന്നൊക്കെ പറയില്ലേ, ഇതിൽ സോൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിലുള്ളൊരു ഓസ്ട്രേലിയൻ ബ്യൂട്ടി ഒരു കാലത്തിലുണ്ടായിരുന്നു. അത് കോളനൈസേഴ്സ് വന്ന് അത് കവർന്നെടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ വേദനാജനകമായ രീതിയിലാണ് എ ഡി ഹോപ്പ് ഈ പോം എഴുതിയിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, യൂറോപ്യൻ കോളനൈസേഷൻ ദേ ടേക്ക് അവേ ദ ഇക്കോളജിക്കൽ തിങ്സ്. അതൊരു രാജ്യത്തിന് വേണ്ടപ്പെട്ട, ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ ക്വാറി എന്നൊക്കെ പറയുന്നതിന് വേറെ ഉദാഹരണമാണ്. ക്വാറിയോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല, ബട്ട് ഇറ്റ്സ് നാച്ചുറൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഇതാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇമ്പാക്റ്റ് ഓഫ് മോഡേണൈസേഷൻ, നമ്മളെപ്പോഴും ഈ പുരോഗതി, ഞാൻ പറഞ്ഞ വികസനം എന്ന വാക്ക് തന്നെ ഭയങ്കര നെഗറ്റീവായിട്ടാണ് ഞാൻ പലപ്പോഴും കാണാറുള്ളത്. ദെൻ ഹി ഡസ് നോട്ട് ഗിവ് സ്ട്രെയിറ്റ് ഫോർവേഡ് പോസിറ്റീവ് പോർട്രയൽ. അപ്പം നമുക്ക് തോന്നും നമ്മളൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തെക്കുറിച്ച് പോസിറ്റീവായിട്ട് പറയേണ്ടതെന്ന്. പക്ഷേ ഒരു രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാൾ എന്ന നിലയിൽ അതിനെ വിമർശിക്കേണ്ടതും കൂടി അയാളുടെ കടമയാണല്ലോ. അപ്പോൾ ഇവിടെ അദ്ദേഹം അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, വാട്ട് ഈസ് ദ വേ ഇൻ ഇറ്റ് ഈസ് റിട്ടേൺ എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് നോട്ട് റിട്ടേൺ ഇൻ എ നാരേറ്റീവ് സ്റ്റൈൽ ബട്ട് ഇറ്റ് ഇസ് എ റിഫ്ലക്റ്റീവ് പോം എന്നാണ് എഴുതേണ്ടത്. ദെൻ വി കം ടു ദ തീംസ് ഓഫ് ദ പോം. ഇത് കൂടി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യണം. 4 തീമുകളാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, നേച്ചർ വേഴ്സസ് സിവിലൈസേഷൻ. അതായത് പലപ്പോഴും നമ്മളൊരു സിവിലൈസേഷൻ വരുമ്പോൾ അത് ഒരു രാജ്യത്തിന് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ ഗ്രോത്ത് വേണമെന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു നാഷണൽ ഐഡൻറ്റിറ്റി, ദാറ്റ് ഈസ് ഞാൻ പറഞ്ഞല്ലോ, വെൻ യു ആർ ബോൺ ഇൻ എ കൺട്രി ആൻഡ് യു ഹാവ് ടു ലിവ് ഇൻ എ ഡിഫറെൻറ്റ് കൺട്രി, യു ലുക്ക് ലൈക്ക് ദി അതർ പേഴ്സൺ ബട്ട് യു ഹാവ് ടു ഐഡൻറ്റിഫൈ. അപ്പോൾ ഒരു ഉണ്ടാക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ്, അത് ഭയങ്കരതാണ്. പിന്നെ ഇൻവയറൺമെൻറ്റൽ കൺസേൺ, ഇക്കോളജിക്ക് ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റിനെ കുറിച്ച് അദ്ദേഹം വളരെ ബോധവാനാണ്. ദെൻ ഇറ്റ് ഈസ് എ സെറ്റയർ ആൻഡ് ക്രിട്ടിക്. അപ്പോൾ നമ്മളിതിൽ നോക്കിക്കഴിഞ്ഞാൽ പല പോയിന്റ്സും റിപ്പീറ്റ് ചെയ്ത് വരും, പക്ഷേ നമുക്കതല്ലാതെ ഇതിൽ വേറെ വഴിയില്ല. നൗ വി മൂവ് ഓൺ ടു ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ വീഡിയോ. ആർ യു വിത്ത് മീ? ലെറ്റ്സ് ഡു ദിസ്. ലൈൻ ബൈ ലൈൻ അനാലിസിസിലാണ് പോകുന്നത്. കാരണം ഇതുകൂടി ഉണ്ടെങ്കിൽ നമുക്കൊരു പോം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല പല ഇംഗ്ലീഷ് വിദ്യാർത്ഥികളും ലൈൻ ബൈ ലൈൻ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ഒരാളാണെങ്കിൽ നിങ്ങൾക്കിത് കാണാം. അപ്പോൾ മോൾ ഭാഗത്ത് കാണുന്നത് പോമും താഴ്ഭാഗത്ത് അനാലിസിസുമാണ്. അപ്പോൾ ഫസ്റ്റ് അദ്ദേഹം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എ നേഷൻ ഓഫ് ട്രീസ് ഡ്രാബ് ഗ്രീൻ ആൻഡ് ഡെസലോട്ട് ഗ്രേ ഇൻ ദ ഫീൽഡ് ഓഫ് യൂണിഫോം ഓഫ് മോഡേൺ വാർസ് darkens her hillside, those endless outstretched paws of sphinx demolished or stone lion worn away. പെട്ടെന്ന് നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ആദ്യം തന്നെ ഓസ്ട്രേലിയനെ വിളിക്കുന്നത് യു ആർ എ നേഷൻ ഓഫ് ട്രീസ്, ഡ്രാബ് ഗ്രീൻ എന്നാണ് പറയുന്നത്.
ഡ്രാബ് എന്ന് പറഞ്ഞാൽ ഡൾ ഗ്രീൻ. നിങ്ങൾ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് കളിക്കാരുടെ ക്യാപ്പ് കണ്ടിട്ടില്ലേ? ഇറ്റ്സ് എ ഗ്രീൻ കളർ. ദെൻ ഡെസലേറ്റ് ഗ്രേ എന്ന് പറയാം. ഡെസലേറ്റ് എന്ന് പറഞ്ഞാൽ വിജനമായ. അപ്പോൾ ഒരു ഓസ്ട്രേലിയനെ പറ്റി കാണുന്ന കുറേ മരങ്ങളുണ്ട്. ഒരു ഒരു ഡ്രാബ് ഡൾ ഗ്രീനും വിജനമായിട്ടുള്ള ഗ്രേയും ഇൻ ദ ഫീൽഡ് യൂണിഫോം ഓഫ് മോഡേൺ വാർസ്. അതായത് ഇന്നത്തെ യുദ്ധം നടക്കുന്ന വാർഫീൽഡിൽ കാണുന്ന പോലെയാണ് ഓസ്ട്രേലിയനെ കാണുന്നത്. അത് ഡാർക്കൻസ് ഹിൽസ്, ദോസ് എൻലെസ് ഔട്ട്സ്ട്രെച്ച്ഡ് പോസ് ഓഫ് സ്ഫിങ്സ്. സ്ഫിങ്സ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ഇമേജറിയാണ്. അതായത് ബോഡി ഓഫ് എ ലയൺ ആൻഡ് ഹെഡ് ഓഫ് എ ഹ്യൂമൻ ബീങ്. അപ്പോൾ അത് പോലെയാണ് ഓസ്ട്രേലിയ. പക്ഷേ എൻ്റെ കൈകൾ അത് ആകെ ഇതായിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നാണ് പോയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ഫിങ്സ് എന്ന് പറയുന്ന ഇമേജറി ഇറ്റ് റെപ്രസെൻറ്റ്സ് ദാറ്റ് ഓസ്ട്രേലിയ വാസ് വൺസ് എ സ്ട്രോങ്, പവർഫുൾ ആൻഡ് ഇൻ്റലക്ച്വലി അഡ്വാൻസ്ഡ് നേഷൻ, ബട്ട് റൈറ്റ് നൗ ഇറ്റ് ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് വാല്യൂസ്. ദെൻ ഞാൻ പറഞ്ഞില്ല, 2 എലമെൻറ്റ്സ് വരുന്നുണ്ട്. വൺ ഈസ് ദ സ്ഫിങ്സിൻ്റെ ഇമേജ് തന്നെയാണ്. It speaks of what you may call, one side it speaks of strength and innovation, but at the same time Australia is compared to a war field. ഈ സ്ഫിങ്സിൻ്റെ ഇമേജറി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇറ്റ്സ് റെപ്രസെൻറ്റ് സംതിങ് ദാറ്റ് വാസ് ഗുഡ്. ഒരു വലിയൊരു ട്രഡീഷണൽ ഒരു രാജ്യത്ത് മാത്രമേ അതുണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ദ ഒറിജിനൽ കൺട്രി വിച്ച് ഇസ് ഇസ് ലോസ് എന്നാണ് പറയുന്നത്. ഇത് സെയിം ലൈൻ റെപ്പിറ്റേഷൻ ആണ്. പിന്നെ സെക്കൻഡ് സ്റ്റാൻസ് എന്ന് പറയുന്നത്, ദേ കോൾ ഹർ എ യങ് കൺട്രി ബട്ട് ദേ ലൈ. She is the last of the lands, the emptiest, a woman beyond her change of life, a breast still slender, but within a womb is dry. അപ്പോൾ പീപ്പിൾ കോൾ ഓസ്ട്രേലിയ യങ് നേഷൻ. വൈ? ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, യൂറോപ്യൻസ് എപ്പോഴും ചെല്ലുമ്പോൾ അവർ പോയ കാലഘട്ടം തൊട്ടേ അവർ ഏത് രാജ്യത്തിനെയും ഇത് അളക്കുള്ളൂ. പക്ഷേ ഷീസ് യങ് എന്ന് പറയുമ്പോൾ ഷീ ലുക്സ് ലൈക്ക് എ യങ് വുമൺ ബട്ട് ഹർ വൂംബ് ഈസ് ഡ്രൈ എന്ന് പറയുന്നത്. അതിനർത്ഥം അതിൽ പ്രകൃതിയുടെ എല്ലാ സാധനങ്ങളും വലിച്ചെടുത്ത് ഇറ്റ് ടോട്ടലി മെയ്ഡ് ഹർ വാട്ട് യു മേ കോൾ ഇൻഫെർട്ടൈൽ വുമൺ. അതായത് ഇനി ഓസ്ട്രേലിയയിലേക്ക് ഒന്നും കൊള്ളാത്ത ഒരു രാജ്യമാക്കി അത്രയധികം കോളനൈസേഷൻ എല്ലാം എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. ഇത് അതേ വരി തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഞാൻ കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെയാണ് ആ സ്പീക്കർ ചലഞ്ച് ചെയ്യുന്നത്, ഓസ്ട്രേലിയ ഒരു യങ് നേഷൻ ആണോ എന്ന് ചോദിക്കുന്നത്. കാരണം ഇറ്റ് ലാക്സ് എനർജി, ഇറ്റ് ലാക്സ് ദ ഇന്നർ പാർട്ട് ഈസ് ടോട്ടലി എംപ്റ്റി, ഇറ്റ് ഈസ് ഡ്രെയിൻഡ് ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. അവിടെയാണ് ആ കടുത്ത വിമർശനാത്മകമായിട്ട് പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത് ഇപ്പോഴത്തെ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വിത്തൗട്ട് സോങ്സ്, ആർക്കിടെക്ചർ, ഹിസ്റ്ററി, ദ ഇമോഷൻസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ് ഓഫ് യങ്ങർ ലാൻഡ്സ്, her rivers of water down among inland sands, the river of her immense stupidity. അതായത് ഓസ്ട്രേലിയയുടെ കുഴപ്പം എന്താ വെച്ചാൽ ഇറ്റ്സ് എ ലാൻഡ് ഓഫ് ഗ്രീൻ. അതിലെ നദികൾ എല്ലാ ഭാഗത്തും കൂടി ഒഴുകുന്നു എന്നാണ് പറയുന്നത്. എനിക്കെപ്പോഴും കേരളമാണ് ഓർമ്മ വരിക. കാരണം കേരളത്തിൽ 44 നദികളുള്ളതാണല്ലോ നമുക്ക് ഇത്രയും പച്ചപ്പ്. അതേപോലെ വളരെ സ്റ്റുപ്പിഡായിട്ട് ഓസ്ട്രേലിയ കുറച്ചുകൂടി വെള്ളം കുറവുള്ള രാജ്യമാണെങ്കിൽ ജനങ്ങൾ കുറച്ചുകൂടി നന്നായി പോയെന്നാണ് പറയുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇതേ പഠിക്കുമ്പോൾ നമ്മൾ യാസ്മിൻ ഗുണരത്നയുടെ പോയത്തിൽ അവരും ഓസ്ട്രേലിയക്ക് മാറിയിട്ട് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ രാജ്യത്തെ കുറിച്ച് നെഗറ്റീവായിട്ടാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് ചേർത്ത് വായിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ എന്താ പറയുന്നത്, ആക്ച്വലി ടുഡേസ് ഓസ്ട്രേലിയ ലാക്സ് സോങ്സ്, ആർക്കിടെക്ചർ ആൻഡ് ഹിസ്റ്ററി എന്നാണ് പറയുന്നത്. ദെൻ ഇറ്റ് ഓൾസോ ഹാസ് ഗോട്ട് സൂപ്പർസ്റ്റിഷൻസ് ഓഫ് യങ്ങർ ലാൻഡ്സ്. അപ്പോൾ ഒരു സൂപ്പർസ്റ്റിഷൻസ് പറഞ്ഞാൽ തന്നെ അറിയാലോ, കൾച്ചറൽ വോയിഡാണ് കാണിക്കുന്നത്. ദെൻ ഇക്കോളജിക്കലായിട്ടുള്ള ലാൻഡാണ്, ബട്ട് ഇറ്റ് ഹാസ് ലോസ്റ്റ് നൗ. ദെൻ ഈ വെള്ളമുള്ളാകുമ്പോൾ പ്രശ്നം എന്താണ്? ഫ്ലഡ്സ് ആർ മൊണോട്ടോണസ് ട്രൈബ്സ് ഫ്രം കെയ്ൻസ് ടു പെർത്ത്. In them at last the ultimate men arrive, whose boast is not we live but we survive, a type who will inhabit the dying earth. അപ്പോൾ അദ്ദേഹം പറയുന്ന ഓസ്ട്രേലിയനെ കളിയായിക്കൊണ്ട് പറയണം, നിങ്ങൾക്ക് ഇത്രയധികം എല്ലാവരെയും പച്ചപ്പ് കൊടുത്ത് ഇത്രയും പരിപോഷിപ്പിച്ചുകൊണ്ടാണ് എല്ലാവരും നിന്റെ എല്ലാം എടുത്തുകൊണ്ട് പോയതെന്ന് പറയാണ്. നോട്ട് ഓൺലി ദാറ്റ് ഹി സേസ് ദാറ്റ് ഓൺലി മെൻ വിൽ സർവൈവ് ആൻഡ് ലിവ്, ബിക്കോസ് what happens is people are surviving there, they are not living എന്നാണ് പറയുന്നത്. there is a bleak future for the people. അതായത് കോളനൈസേഷൻ വന്ന് ഓസ്ട്രേലിയയിൽ എല്ലാം എടുത്തുകൊണ്ട് പോയി, ഇനി അതിലൊന്നുമില്ല എന്നാണ് പോയിട്ട് പറയുന്നത്. ആൻഡ് ഹെർ 5 cities ഏതാണെന്ന് ചോദിക്കാറുണ്ട്. മെൽബൺ, സിഡ്നി, കാൻബറ, പെർത്ത് ആൻഡ് അഡ്ലൈഡ് ആണ്. നോട്ട് ചെയ്ത് വെക്കണം. ലൈക്ക് 5 ടീമിങ് സോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, മുറിവുകളാണ്, വ്രണങ്ങളാണ്. ഇന്നത്തെ ഓസ്ട്രേലിയയുടെ വികസനം എന്ന് പറയുന്ന 5 വലിയ സിറ്റികൾ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയ വ്രണങ്ങളാണെന്നാണ് പറയുന്നത്. ഈച്ച് ഡ്രെയിൻസർ, ഈ വ്രണങ്ങളാണ് ഓസ്ട്രേലിയനെ നശിപ്പിക്കുന്നതെന്ന് പറയുന്നത്. മോഡേണൈസേഷൻ, ദ വാസ്റ്റ് പാരസൈറ്റ് റോബർ സ്റ്റേറ്റ് വെർ സെക്കൻഡ് ഹാൻഡ് യൂറോപ്യൻസ് പുലുലേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓസ്ട്രേലിയൻ ഐഡന്റിറ്റി എന്താണെന്ന് അറിയോ? ഹീസ് എ സെക്കൻഡ് ഹാൻഡ് യൂറോപ്യൻ. വൈ സെക്കൻഡ് ഹാൻഡ് യൂറോപ്യൻ?
പണ്ട് കാലത്ത് ഇംഗ്ലണ്ടിൽ ക്രൈം ചെയ്യുന്ന ക്രിമിനൽസിനാണ് ഓസ്ട്രേലിയയിലേക്ക് നാട് കടത്തിയിരുന്നത്. അപ്പോൾ പ്രസന്റ് ഓസ്ട്രേലിയൻസ് അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. യു ആർ നത്തിങ് ബട്ട് എ സെക്കൻഡ് ഹാൻഡ് യൂറോപ്യൻസ് എന്ന് പറയുന്ന ആ എക്സ്പ്രഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടിമിഡ്ലി ഓൺ ദി എഡ്ജ് ഓഫ് ഏലിയൻ ഷോർസ്, അതായത് നിങ്ങൾക്ക് അഭിമാനിക്കാനായിട്ടുള്ള ഒന്നുമില്ല. യു ആർ മിയർ സെക്കൻഡ് ഹാൻഡ് പീപ്പിൾ ആൻഡ് യു ആർ ലൈക്ക് എ ടീമിങ് സോർ ലിവിങ് ഇൻ ദ മോഡേൺ സിറ്റീസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. യെറ്റ് ദർ ആർ സം ലൈക്ക് മീ ടേൺ ഗ്ലാഡ്ലി ഹോം ഫ്രം ദ ലഷ് jungle of modern thought to find the Arabian desert of human mind, hoping it's still from the deserts of prophets come. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇത്രയും മോശമാണെങ്കിലും എന്നെപ്പോലെ ചില ആളുകളുണ്ട് ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതായത് ദേ വിൽ ബി എൻ അറേബ്യൻ ഡെസേർട്ട്. അറേബ്യൻ ഡെസേർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം അറേബ്യൻ ഡ്രീംസ് 100 ഇതിനെക്കുറിച്ചാണ്. അതായത് ഇനിയും അലാവുദ്ദീൻ അത്ഭുത വിളക്കുമ്പോൾ ഒരു കഥകൾ വരുമെന്ന് പറയുന്നു. ആൻഡ് സ്റ്റിൽ ഫ്രം ഡെസേർട്ട് പ്രോഫിറ്റ് കം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രൈസ്റ്റ്, പിന്നെ നബി, all these people actually they are associated with the desert. നമുക്കറിയാലോ prophet മുഹമ്മദ് നബി actually he goes to the desert and gains the wisdom. അപ്പോൾ അതേപോലെ ഓസ്ട്രേലിയയിലും നാളെ അതുപോലെ ആളുകൾ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. Such savage and scarlet has no green hills there, springs in the vast some spirit which escapes the learned doubt, the chatter of cultured apes which is called civilization over here. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ at present Australia is a desert land. It's like a war-like zone, and it's dull, dark, and it has got no wombs. It's still a young country, and the modern cities are like teeming sores. But despite all these, there will be a positive note. A civilization will come, which is called the chatter of cultured apes എന്നാണ് അദ്ദേഹം പറഞ്ഞ് കളിയാക്കുന്നത്. അപ്പോൾ he ends it with a positive note saying that one day Australia will find its vigor because there are people like me and the prophet will come to save Australia. അപ്പോൾ ഇപ്പോഴും വളരെ ഡിഫിക്കൽട്ടാണ്, ഉദ്ദേശിച്ച രീതിയിൽ കിട്ടിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. I hope you enjoyed it, you got value. I'll see you in the other video. Before you leave, please do like, subscribe and comment and share, and I will see you. Take care. Bye-bye.